ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാ ത്യാഗരാജൻ നിൽക്കുന്നേ. പുറകെ നടന്ന് വേട്ടയാടുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാ വിഷമിക്കാതെ, ഇതിനൊക്കെ ഒരു തിരിച്ചടി അവന് കിട്ടും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. നല്ലവർക്കായി ഇപ്പൊ കഷ്ടകാലം. സിദ്ധു ജയിലിൽ കിടക്കുന്നത് തന്നെയാ ഏറ്റവും വലിയ ഉദാഹരണം. സത്യം പറഞ്ഞ എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു വിഷമോ ഇതാണ്. നമ്മളോടുള്ള വിരോധം കാരണം ഗിരിയും അമ്മയും ഒക്കെ ബുദ്ധിമുട്ടിലാവും. അതങ്ങ് വിട്ടേക്ക് പ്രഭേ. ഈ വീട്ടിലെല്ലാരും ഒരുമിച്ച് നിൽക്കുമ്പോ അവിടെ പിന്നെ ഞങ്ങളും നിങ്ങളൊന്നൊന്നുമില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞാ മതി. ഒരു ത്യാഗരാജനെ ഭയന്നിരുന്നാൽ ശരിയാവില്ലല്ലോ. അടുത്ത കമ്പനിയിലും അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഗിരീഷേട്ടാ, എല്ലായിടത്തും അവന് സ്വാധീനമുണ്ട്. തൽക്കാലം ത്യാഗരാജനെ വെറുപ്പിക്കാൻ ആരും ശ്രമിക്കില്ല. അവനെ തല്ലിച്ചതയ്ക്കാൻ ആരും ഇല്ലാതെ പോയി. മനുഷ്യർക്ക് ഭയം വന്നുപോയാ അവനവന്റെ ലക്ഷ്യം മാത്രമേ നോക്കൂ. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ത്യാഗരാജന് പണവും അധികാരികളുമായി അടുപ്പമുണ്ട്, ഗുണ്ടാപ്പടയുണ്ട്. എല്ലാവരും പേടിക്കും, പറയുന്നത് ചെയ്യും. എന്നെങ്കിലും ഒരിക്കലൊരു സാഹചര്യം വന്നാ ഞാൻ അവനോട് പകരം ചോദിക്കും. അവനോട് പകരം ചോദിക്കല് രണ്ടാമത്. ആദ്യം അമ്മ ഇന്ന് ധൈര്യത്തോടെ ഇരിക്കുക. അതെ, അമ്മ ഇപ്പൊ ആകെ ഉൾവലിഞ്ഞു പോയി. പഴയ അമ്മയുടെ നിഴല് മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അത് വെച്ചങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത്. ഇല്ല, എനിക്കൊരു തിരിച്ചുവരവുണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു. കൂടെ ഓരോ ദിവസവും കൂടുതൽ തകർക്കുന്ന വാർത്തകളാ കേൾക്കുന്നത്. അമ്മയൊന്ന് അകത്തേക്ക് ചെല്ല. അതെ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കേ ഉള്ളൂ. നമുക്ക് ജോലിക്ക് ശ്രമിക്കാം. തടയുന്നവരൊക്കെ തടഞ്ഞോട്ടെ.